ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു കാണേണ്ട വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഇത് മേഘാലയയിലുള്ള ദൗക്കി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു റിവറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് മിസ് ചെയ്യാണ്ട് ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലവും നമ്മുടെ ഇന്ത്യയിലത്തെ ഈ സ്ഥലവും അടുത്ത് തന്നെ ബംഗ്ലാദേശിൻ്റെ ബോർഡറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ റിവർ കാണാൻ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ബംഗ്ലാദേശ് കാണാം. ബംഗ്ലാദേശിലും ഈ റിവറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണിത്. അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. അതിലൊരു ചെറിയൊരു ബോട്ട് യാത്രയുണ്ട്. നമ്മുടെ സാധാരണ നാട്ടിൽ പുറത്തെ വഞ്ചി പോലത്തെ അതിൽ പോകാനുള്ളൊരു ഇതിനു വേണ്ടി ഞങ്ങൾ പോകാനുണ്ട്. ഇത് സാധാരണ ലെവലിലൊന്നും ഭയങ്കര താഴ്ചയിലാണ് ഈ റിവർ നിൽക്കുന്നത്, ഈ റിവർ ഇരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണിത്. ഇത് മേഘാലയയിലുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴ്ത്താൻ. കണ്ടില്ലേ, ആ കാണുന്നതാണ് റിവർ കേട്ടോ. ഇവിടെ നിന്നാണ് തുടക്കം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡ്രൈ ലാൻഡൊക്കെ കാണുന്നത് അത് ബംഗ്ലാദേശാണ്. നമ്മുടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ബൗണ്ടറി ആയിട്ട് അവിടെ ഒരു കോട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബൗണ്ടറിയൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലും ഈ റിവറിൻ്റെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അവരും അവിടെ ബോട്ടൊക്കെ ഇതൊക്കെ നടത്തുന്നുണ്ട്, ബോട്ട് സവാരിയൊക്കെ നടത്തുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന കാലിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് കേട്ടോ. അതൊന്നും നദിയാണ്. അത് മഴക്കാലത്ത് നിറയെ മഴ പെയ്യുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാണാനുള്ള ആൾക്കാർ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ താഴത്തേക്ക് ഇറക്കണം. കണ്ടില്ലേ, നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകണം താഴത്തേക്ക്. അവിടെയാണ് ആ നദി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാഴ്ച ഒന്നും നിങ്ങൾ മിസ് ചെയ്യാണ്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ദൗക്കി റിവർ എന്നാണ് ഇതിൻ്റെ പേര്, ദൗക്കി റിവർ കേട്ടോ, മേഘാലയയിൽ. അപ്പോൾ അത് കാണാൻ പോകണം ഞങ്ങൾ. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതാണ് ആ നദി. കണ്ടില്ല, ഈ കിടക്കണ വഞ്ചിയിലാണ് നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടത്. ആൾക്കാർ തുഴഞ്ഞു പോണ വഞ്ചിയാണ് കേട്ടോ. പക്ഷേ ആ വെള്ളത്തിൻ്റെ കളറും അത് ക്ലീനാണ് കാണേണ്ടത്. ആ വെള്ളത്തിൻ്റെ എന്താ ക്ലീനായിരിക്കണം. അപ്പോൾ ഈ വഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ഒരു വഞ്ചിയിൽ 2 പേർക്ക് അവർ കൊണ്ടുപോകുള്ളൂ. 2 അല്ല 3 പേർക്ക് വരെ പോകാം. ഒരു ഗ്രൂപ്പിൽ 3 പേരുണ്ടെങ്കിൽ ആ വഞ്ചിയിൽ പോകാം. തുഴയുന്ന ഒരാളും കൂടി 4 പേര്. അതിലും കൂടുതൽ ആൾക്കാരനെ അവർ കയറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ 4 പേരുള്ള കാരണം ഞങ്ങൾ 2 വഞ്ചി എടുക്കേണ്ടി വന്നു. പിന്നെ അതിന് അവരൊരു വഞ്ചിക്ക് ഒരു ചാർജ് പറയണത് 1500 രൂപയാണ് പറയണത്. 2 പേരാണെങ്കിൽ ശരി, 3 പേരാണെങ്കിൽ ശരി. അപ്പോൾ നമ്മൾക്ക് 4 പേരുള്ള കാരണം 2 വഞ്ചി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് 1000 രൂപയ്ക്ക് ആക്കി ഒരു വഞ്ചി. അങ്ങനെ ഞങ്ങൾ 2 വഞ്ചി 1000 രൂപയിൽ പറഞ്ഞിട്ട് അത് എടുത്തിട്ട് ഞങ്ങളൊന്ന് റൗണ്ട് അടിക്കാൻ പോകണം. ആ മുമ്പിൽ കാണാത്ത ആൾക്കാരെയൊക്കെ കണ്ടില്ലേ, അതൊക്കെ ബംഗ്ലാദേശാണ് കേട്ടോ. അത് ബംഗ്ലാദേശിൻ്റെ സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ അതും കാണാം. ബംഗ്ലാദേശികളായിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു രാജ്യത്തിൻ്റെ ബോർഡറിലാണ് ഈ റിവർ ഉള്ളത്. അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പക്ഷേ ആ റിവർ എന്ന് പറഞ്ഞാൽ കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എന്താ ക്ലിയർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്ര ക്ലിയറാണ്. അടിയിലുള്ള കല്ലും മണ്ണൊക്കെ കാണാം. മണ്ണ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. വെറും ഉരുളൻ കല്ലുകളാണ് ഫുള്ളായിട്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാനും റൗണ്ട് അടിക്കാനൊക്കെ. ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഇതൊരു നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കാരണം ആൾക്കാർ എല്ലാവരും വന്നാൽ എല്ലാവരും അത് കണ്ടിട്ടേ പോകാറുള്ളൂ. ഇപ്പോൾ ഈ മേഘാലയ ട്രിപ്പ്, നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മുഖ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് കാണേണ്ട ഒരു സ്ഥലം കണ്ടില്ലേ. എന്താ ക്ലിയർ നോക്ക് വെള്ളം, ഒരു അഴുക്കും ഒരു ഇതുമില്ല കേട്ടോ അതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ആ ബോട്ടിൽ കയറിയിട്ട് നമ്മളിപ്പോൾ സവാരിക്ക് പോവാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മറക്കാണ്ട് ഇത് ചെയ്യേണ്ട ഒരു സവാരിയാണ്. ഇത് സ്ഥലം കാണണം, വന്ന് ഈ വെള്ളത്തിൽ കൂടെ ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തണം കേട്ടോ. അത്ര സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. അതാണ് നമ്മൾ പറയുന്നത്. നോക്കി എങ്ങനെയുണ്ട് നോക്കി, എത്ര ക്ലിയറാണ്, എന്ത് ഭംഗിയാണ് ചുറ്റുപാടൊക്കെ കാണാനായിട്ട് 2 സൈഡും. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഏരിയയാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ സ്ഥലം നേരത്തെ കാണിച്ചില്ല, ആ ഏരിയ എടുത്ത് ആൾക്കാരെയൊക്കെ വേണ്ട. ആ സൈഡാണ് ബംഗ്ലാദേശ്. എന്നാലും അവരും ബോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര ദൂരം വരുന്നില്ല. ആ ഏരിയയിലൊക്കെ അവരെ ബോട്ട് കറങ്ങുന്നുണ്ട്. ആ ഡ്രൈ ലാൻഡായിട്ട് കാണുന്നത് ഇപ്പോൾ അവിടെ വെള്ളമില്ല. നല്ല മഴ വരുമ്പോൾ അവിടെ ഫുള്ള് വെള്ളം കയറുന്ന പറഞ്ഞാൽ അവിടെ ഇതേപോലെ ആകുമെന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഏരിയയിൽ മാത്രമേ ഉള്ളൂ വെള്ളം. കണ്ടില്ല ആൾക്കാർ പോണത്, എന്താ രസം നോക്ക്. ഇതൊരു ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, ഒരു യാത്രയാണിത്. അത്ര ക്ലിയർ വെള്ളം, തൊട്ട് കഴിഞ്ഞാൽ ഐസ് പോലെ ഉണ്ട് വെള്ളം. എല്ലാവരും വന്ന് നിറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇതെന്നൊക്കെ പറഞ്ഞൊരു നാച്ചുറലൊരു വണ്ടറുകളാണ് ഇതൊക്കെ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേ നല്ലൊരു കണ്ണിൻ്റെ ഒരു നല്ലൊരു കുളിർമയാകണ ഒരു കാഴ്ചയും നമ്മൾക്കൊരു നല്ലൊരു ഫീലിംഗ് കിട്ടും ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളും ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കേട്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല എങ്ങനത്തെ സ്ഥലമൊന്നും. ഇതിൻ്റെ നടുക്ക് നോക്ക്, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്രിഡ്ജ് നോക്ക്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. ഈ രണ്ട് സ്ഥലവും ഇന്ത്യയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാണത്. ഇവിടെ മറ്റേ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഏരിയയിൽ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ വന്നിട്ട് അവിടെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് സ്കൂബ ഡൈവിങ്. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം നല്ല കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ അടിയിലത്തെ കല്ലുകളും ഇതൊക്കെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്ര നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറാണിത്. എന്തില്ല കുറേ വഞ്ചികളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിൽ. കുറേ ബോട്ടുകളും കുറേ ആൾക്കാരും ഉണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണേണ്ട സ്ഥലങ്ങളാണ്. വേറെ ഒന്നും അത്ര വലിയ അത്ഭുതങ്ങളൊന്നും ഇവിടെ കാണാനില്ല. പക്ഷേ ഇതൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ചുറ്റും മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു നദി ഒഴുകി പോവുക, അത് ഇത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളം, തൊട്ടടുത്ത് വേറൊരു രാജ്യത്തിൻ്റെ ബോർഡർ. അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്ഥലം തന്നെയാണ് ഇത്. ദൗക്കി റിവർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിത് നോർത്ത് ഈസ്റ്റ് ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ ഇത് മിസ് ചെയ്യാണ്ട് ഇവിടെയൊക്കെ വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഉണ്ടല്ലേ വെള്ളത്തിൻ്റെ ഒരു ക്ലിയർനെസ് നോക്ക് എങ്ങനെയുണ്ട്, എന്താ കളറ്. ആ ബ്രിഡ്ജ് നോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയാണ്. ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാനും വണ്ടിയൊക്കെ പോകേണ്ട അതിന് മുകളിൽ കൂടെ. പക്ഷേ ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗങ്ങളാണ് കേട്ടോ, രണ്ട് സ്ഥലവും. ബംഗ്ലാദേശിൻ്റെ അപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കൺട്രിയിലുള്ള സ്ഥലം തന്നെയാണ്, രാജ്യത്തുള്ള സ്ഥലം തന്നെയാണ്. ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഈ റിവറിൽ കൂടിയുള്ള യാത്ര. ഇതൊക്കെ മിസ് ചെയ്യാണ്ട് എല്ലാവരും വന്ന് അനുഭവിക്കേണ്ട ഒരു യാത്രയാണ്. കണ്ടില്ലേ എത്ര ക്ലിയറാണ് നോക്ക്, വെള്ളത്തിൻ്റെ ക്ലിയർനെസ് നോക്ക് എങ്ങനെയുണ്ടെന്ന്. അടിയിലുള്ള കല്ലുകളും എല്ലാം കാണാൻ കണ്ട എന്താ രസം നോക്ക്. ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അത് കാരണം ഇങ്ങനെ ടൂർ പാക്കേജിൽ വരുമ്പോഴും അല്ലെങ്കിൽ സിംഗിളായിട്ട് നിങ്ങൾ നോർത്ത് ഈസ്റ്റിലൊക്കെ വന്നാൽ ഈ സ്ഥലമൊക്കെ അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് ഒന്ന് വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അയാൾ കൈകൊണ്ട് കാണിക്കുന്ന അപ്പുറത്തുനിന്നൊരു ബ്രിഡ്ജ് ഇപ്പോൾ പുതിയതായിട്ട് പണിയാൻ പോകണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഏരിയയാണത്. വഞ്ചികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങ വിലങ്ങ് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ആൾക്കാർ. ഒരാൾക്ക് സിംഗിളായിട്ട് വരികയാണെങ്കിൽ അവരും പോകും, ഇപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അവരും പോകാൻ. കണ്ടില്ല എന്തോരം വഞ്ചികളാണ് പോയി വന്നുകൊണ്ടിരിക്കുന്നത്. ഓ കണ്ടില്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കാണണം, കണ്ടില്ലേ അടിത്തട്ടൊക്കെ കാണുന്നത് ഇത്ര ക്ലിയർ ആയിട്ടാണ് കാണണം നോക്ക്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തക്കാരാണ് കേട്ടോ ഇവർ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. നമ്മളിരിക്കുന്ന ഇപ്പുറത്തെ വഞ്ചിയിലാണ്. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അദ്ദേഹം ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ലോങ് ആയിട്ട് നോക്കുക, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടാക്കിയാണ്. ഒരു സപ്പോർട്ടും ഇല്ലാട്ടോ അതിന്, ഒരു ഹാങ്ങിങ്ങിലാണ് നിൽക്കണത്. കണ്ടില്ലേ സൈഡിലത്തെ പാറകളൊക്കെ എങ്ങനെയുണ്ട് നോക്കുക, ഇങ്ങനെ കൊത്തി വെച്ച പോലെയുണ്ട് പാറകളുടെയൊക്കെ ഡിസൈന്. എന്താ രസം കാണാനായിട്ട് നോക്ക്. ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെ കേട്ടോ ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുവരണം മാത്രം. ബോട്ടിലിരുന്ന് വെള്ളത്തിലേക്ക് കൈയൊക്കെ ഇട്ട് ഇതാക്കാണ്ട് നോക്കിയാൽ മതി കുട്ടികളെ. എന്നുവെച്ചാൽ നമ്മൾ ഇതിലിരുന്നിട്ട് അനങ്ങി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെരിയാനും കമലാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം കുട്ടികളെ കൊണ്ടുവന്ന് ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം. വലിയവരാണെങ്കിലും ശ്രദ്ധിക്കണം. അവർ ചിലർ ഭയങ്കര ഇത് വെള്ളം ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ കൈയൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് ഇതാക്കി കഴിഞ്ഞ് ഒന്ന് നോക്കാണ്ട് അങ്ങനെ ഇടയ്ക്ക് അനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ബോട്ടൊക്കെ കമരുവേ. അങ്ങനെ കമന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. കണ്ടില്ല ആ കാണുന്ന ദൂരെ കാണാണ്ട് ബംഗ്ലാദേശിൻ്റെ ബോർഡർ കേട്ടാ.
പക്ഷെ ബംഗ്ലാദേശികളുടെയും ബോട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ ഓരോ ബോട്ടിൽ അവർ നിറയെ ആൾക്കാരെ കയറ്റിയിട്ടാണ് നടക്കണത്. 6-7 ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് അവരുടെ ബോട്ട് പോണത്. കണ്ടില്ലേ, അവരുടെ ബോട്ട് ബംഗ്ലാദേശിൻ്റെയാണ്. അതിൽ എത്ര ആൾക്കാരാണ് നോക്ക്. നമ്മുടെ ആൾക്കാർ കയറ്റണില്ല അങ്ങനെ. ഇത് ബംഗ്ലാദേശിൻ്റെ ബോട്ടാണ് ഈ പോണത്. അവർക്ക് അതൊന്നും പേടിയില്ല. ആ കാണുന്നതാണ് ബംഗ്ലാദേശിൽ എന്തോരം ആൾക്കാർ അവിടെ നിൽക്കണ, കുളിക്കണ് വന്നിട്ട്, പിന്നെ ഇതൊക്കെ കാണാനൊക്കെ വന്ന് നിൽക്കുന്നതാണ്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ കൂടിയുള്ള ഒരു ചെറിയൊരു ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ വഞ്ചിയിലെ കൂടിയുള്ള ഒരു യാത്ര. ഇതൊരു ഭയങ്കരമായ ഒരു അനുഭൂതിയായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഇത്. അത് നമ്മൾ കണ്ട് ആസ്വദിച്ച പോലെ നിങ്ങളും വന്ന് കണ്ട് ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടില്ലേ എന്താ ക്ലിയർ. ഓ, ഭയങ്കര സൂപ്പറായിട്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ യാത്രകളിൽ മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഞാൻ ഇത്ര കാലമായിട്ട് കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലം കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ വെറും ഉരുളൻ കല്ലുകളാണ് എല്ലാം. മണ്ണും കൂടി കാണാനില്ല. എല്ലാം ഉരുളൻ കല്ലുകൾ. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോക്കിയ കല്ലുകൾ കാണുന്ന അടിയിലത്തെ. നമുക്കിവിടെ ഇറങ്ങി കാലൊക്കെ നനയ്ക്കാൻ കുളിക്കുകയൊക്കെ ചെയ്യാട്ടാ. അപ്പോൾ വന്നിട്ട് ആൾക്കാരിൽ ഒരു 90% ആൾക്കാർ ഇവിടെ ഇറങ്ങി കാല് നനയ്ക്കാണ്ടെങ്കിലും പോവില്ല. പക്ഷെ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. മണ്ണ് ശരിക്കും കാണില്ല കേട്ടോ, വെറും കല്ലുകളാണ്, ഉരുളൻ കല്ലുകളാണ് ഫുള്ളായിട്ട്. ആ മുമ്പിൽ കാണുന്ന ബ്ലൂ കളർ ഇതൊക്കെ അടിച്ചിട്ട് വെക്കുന്നതൊക്കെ ഒരു കടകളാണ് കേട്ടോ. അതൊരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ പോലത്തെ സ്ഥലമാണ്. ഈ ബോട്ടിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുടിക്കാനും സ്നാക്സും ഇതൊക്കെ മേടിക്കാനും ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അങ്ങനത്തെ ഒരു ഏരിയ ആണത്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം. ജ്യൂസ്, വെള്ളം, ഫ്രൂട്ട്സ്, ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ കിട്ടും. ഇതിൻ്റെ ഇവിടം വരെയാണ്. കുറച്ചങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട്, ഫോൾസ് പോലത്തെ ചെറുത്. അവിടം വരെ പോകും ഈ ബോട്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തതാണ് അത്രേ പോകുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പിന്നെയും റിട്ടേൺ നമ്മൾ കയറിയ സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അവിടെ ഇറക്കി വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണേ ഇവിടെ ഇറങ്ങിയിട്ട് മേടിക്കാൻ. കണ്ടില്ലേ, എല്ലാം ഉരുളൻ കല്ലുകളാണ് കേട്ടോ. അത് ഇങ്ങനത്തെ ഓരോ കല്ലുകൾ തന്നെ നമ്മൾ കൊണ്ട് നമ്മുടെ വീട്ടിലും ഗാർഡനിലൊക്കെ വെച്ചാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇങ്ങനത്തെ കല്ലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ ഭയങ്കര കാശ് കൊടുക്കണം ഓർഡർ ചെയ്ത് മേടിക്കണമെങ്കിൽ. ചിലർ ഈ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ലാൻഡ്സ്കേപ്പിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കല്ലുകളൊക്കെ യൂസ് ചെയ്യും. നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ കല്ലൊക്കെ നമുക്ക് വേണമെങ്കിൽ പോളിഷൊക്കെ ചെയ്യാം. വാർണിഷൊക്കെ അടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വീടിൻ്റെ അകത്തൊക്കെ വെക്കുക ആൾക്കാരിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ വലിയ വലിയ വീടുകളിലായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകളാണ് കൂടുതൽ. എല്ലാം കല്ലെന്ന് പറയാം. എല്ലാ ഉരുളൻ കല്ലുകളുടെ സ്ഥലമാണ് ഇത്. മഞ്ചേരിക്കൂടെ നടന്നു പോകണം. നടന്നു പോയി ഇങ്ങനെ ബോട്ട് അങ്ങനെ അറ്റം വരെ പോകില്ല. ആ അറ്റത്ത് കാണാനാണ് ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ ഒഴുകിങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു ഫോൾസ് പോലെ ഇങ്ങനെ ഒരു ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറയാം. അത് കാണാനൊരു നല്ലൊരു കൗതുകമായിരുന്നു. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പോകില്ല ബോട്ടെന്ന് വെച്ചാൽ വെള്ളമില്ല. അങ്ങനെ മഴക്കാലത്ത് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും, നിറഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് ആ കഴിഞ്ഞ് കുറേ ദൂരം പോകുമെന്ന് പറഞ്ഞു. ആൾക്കാരുടെ ഒച്ചയും വെള്ളം ഒഴുകിട്ടൊക്കെ ഭയങ്കര ഒച്ചയാണ് കേട്ടോ. ചിലത് ഞാൻ പറയണമെന്ന് ശരിക്കും കേൾക്കില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടെന്ന് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. இங்கே வந்து தெரியுமா மெதுவாக வர சொன்ன வண்டி எடுத்துருவேன்.
അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ. ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഇവിടെ ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കേണ്ട ഓരോ ബഹളം വെച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ട്രാവലറല്ല കേട്ടോ, മറക്കല്ലേ.